ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സഹോദരങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ബാക്കി നിൽക്കുകയാണ്. ഒരുപാട് ആളുകളെ സമൂഹത്തിന്റെ ഉന്നതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഹതഭാഗ്യരായ കുറെ ആളുകളെ ഏതാണ്ട് 10 ദിവസം ഇവിടെ ഒരുമിപ്പിച്ചിരുത്തി. നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭ സൈമൺ ബ്രിട്ടോ സാന്ത്വന കേന്ദ്രത്തിലാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിൽ ദശദിന ക്യാമ്പിന്, സാന്ത്വനം എന്ന പേരിലുള്ള ദശദിന ക്യാമ്പിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. 10 ദിവസം വിവിധങ്ങളായ പരിപാടികളാണ് ഭിന്നശേഷിക്കാർക്കും അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന കിടപ്പ് രോഗികൾക്കും വേണ്ടി 10 ദിവസത്തെ ദശദിന ക്യാമ്പിന് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വീടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ രോഗികൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന സാന്ത്വനം എന്ന പേരിലുള്ള പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിക്കുന്ന ഈ ദശദിന ക്യാമ്പ്. വിവിധങ്ങളായ പരിപാടികളാണ് ഈ ദശദിന ക്യാമ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ സൈമൺ ബ്രിട്ടോ പഠന കേന്ദ്രത്തിലാണ് ദശദിന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അരയ്ക്ക് താഴെ തളർന്നവരും ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരും വീടിനകങ്ങളിൽ ഒതുങ്ങിക്കൂടണമെന്ന പൊതുധാരണയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരസഭ ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും. നഗരസഭ നടത്തിവരുന്ന സൈമൺ ബ്രിട്ടോ സ്മാരക സാന്ത്വന കേന്ദ്രവും സാന്ത്വന കേന്ദ്രത്തിന്റെ ഭാഗമായുള്ള ഓരോ പദ്ധതികളും സംസ്ഥാനത്തിന് തന്നെ മാതൃകയാണ്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായാണ് നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കായി ദശദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 14 മുതൽ ആരംഭിച്ച ക്യാമ്പ് 23-ന് സമാപിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. വീടുകളുടെ ഇരുണ്ട അന്തർഭാഗങ്ങളിൽ ഒതുങ്ങിപ്പോയിരുന്ന വലിയൊരു വിഭാഗം ഭിന്നശേഷി സഹോദരങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്കും സ്വാശ്രയത്വത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും കടന്നു വരുന്നതും അവരുടെ സർഗശേഷിയും കർമ്മോത്സുകതയും സമൂഹത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും ഒക്കെ ഉപയോഗിക്കാൻ സജ്ജരാകുന്നതുമെല്ലാം സകൗതുകം സാഭിമാനം നമ്മളെല്ലാവരും ഈ കാലയളവിൽ കാണുന്നുണ്ട്. IAS പരീക്ഷയിൽ മുൻപന്തിയിൽ വരുന്ന ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളെ നാം കാണുന്നുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത കർമ്മ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളങ്ങി നിൽക്കുന്ന ഭിന്നശേഷി സഹോദരങ്ങൾ നമുക്ക് മാതൃകയാകുന്നുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുന്ന കൊമ്പൻസ് എന്ന ആ ടീം, അവർ ചക്ര കസേരയിലേറി ഈ രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലും സഞ്ചാരം നടത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും മാതൃകയായിട്ടുള്ള കാര്യമാണ്. അതിരുകളെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉത്തമ മാതൃകകളായിട്ട് നമുക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സഹോദരങ്ങൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്ന് ഖേദപൂർവ്വം തന്നെ ഞാൻ അറിയിക്കട്ടെ. ഒരുപക്ഷെ രക്തബന്ധത്തിലുള്ള വിവാഹങ്ങൾ കൂടുതലായി നടക്കുന്നത് കൊണ്ടാണോ അത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അത് ഈ ഭിന്നശേഷിത്വത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഭാവിയിൽ ഭിന്നശേഷിത്വമേ ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറാൻ വേണ്ടിയാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റേഴ്സൊക്കെ കൂടുതൽ വിപുലീകരിച്ച് നടത്തുന്നതിന് തയ്യാറാകുന്നത്. ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. നമുക്ക് നാട്ടിലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരമാകാതെ കിടക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതിനെയെല്ലാം മറികടക്കാൻ ഒറ്റയ്ക്ക് നമുക്ക് സാധിക്കില്ല. ഒറ്റയ്ക്ക് ആർക്കും ഒന്നും നേടാനാവില്ല. നമ്മൾ കൈകോർത്ത് പിടിക്കണം. അവിടെ നമുക്കൊരു രാഷ്ട്രീയം മതി. അത് മനുഷ്യത്വത്തിൻ്റെ മഹത്തായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഇവിടെ നഗരസഭ ചെയ്യുന്നതും അങ്ങനെയൊരു നല്ല പ്രവർത്തനമാണ്. അരയ്ക്ക് താഴെ തളർന്നവർക്ക് തൊഴിലും പുനരധിവാസവും സംബന്ധിച്ചുള്ള അവബോധം നൽകുന്നതിനായി നടപ്പിലാക്കുന്ന 9ാമത്തെ ക്യാമ്പാണിത്. ഇതിലൂടെ നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനായെന്ന് നഗരസഭാ ചെയർമാൻ P. ഷാജി പറഞ്ഞു. ഭിന്നശേഷിക്കാരും അരയ്ക്ക് താഴെ തളർന്നവരുമായിട്ടുള്ള ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി അന്നത്തെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ്. വിപ്ലവകരമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 2-3 ക്യാമ്പുകൾ നടന്നില്ല എന്നതൊഴിച്ചാൽ എല്ലാ തവണയും
500ഓളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പ്, സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കാൻ നഗരസഭ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ നടത്തുന്ന ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ ഒന്നായി സമൂഹമാകെ അംഗീകരിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് സാന്ത്വനം ദശദിന ക്യാമ്പ്. നഗരസഭ നടപ്പിലാക്കുന്ന ഏറ്റവും മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ് ഈ ദശദിന ക്യാമ്പ്. 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നവരെ 10 ദിവസം ഒരുമിച്ചിരുത്തി അവരുടെ ആശയങ്ങളും ആശങ്കകളും പങ്കുവയ്ക്കാൻ ഈ ദശദിന ക്യാമ്പിലൂടെ സാധിക്കുമെന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. അരക്ക് താഴെ തളർന്നവരും തീരെ ചലനശേഷി ഇല്ലാത്ത ആളുകളും എല്ലാവരും ഉൾപ്പെടുന്ന ആളുകളെ ഒരുമിച്ച്, അതായത് 4 ചുമരുകൾക്കുള്ളിൽ ഒരു കാരണവശാലും പുറത്തു പോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഹതഭാഗ്യരായ കുറേ ആളുകളെ ഏതാണ്ട് 10 ദിവസം ഇവിടെ ഒരുമിപ്പിച്ചിരുത്തി അവരുടെ ആശങ്കകളും മറ്റു കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അവർക്ക് തൊഴിലും പുനരധിവാസവും സംബന്ധിച്ചിട്ടുള്ള അവബോധം നൽകി അവരുടെയും അതുപോലെ തന്നെ അവരുടെ ആശ്രയിതരായിട്ടുള്ള ആളുകളുടെയും ഒക്കെ സമഗ്രമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പ് കൂടിയാണിത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ, K. ഉണ്ണികൃഷ്ണൻ, V. രമേശൻ, കുറ്റീരി മാനുപ്പ, സാന്ത്വനം കോർഡിനേറ്റർ സെലിം കിഴിശ്ശേരി, നഗരസഭാ സെക്രട്ടറി G. മിത്രൻ, കൗൺസിലർമാർ, നോഡൽ ഓഫീസർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് സാംസ്കാരിക സന്ധ്യയിൽ അങ്ങാടിപ്പുറം അസുര ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടും അരങ്ങേറി. 10 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ മന്ത്രിമാരുൾപ്പെടെ നിരവധി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ.